രൂപതാ വൈദികരുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ഈ തിരുനാൾ ദിനത്തിൽ എല്ലാ ബഹുമാനപ്പെട്ട വൈദികർക്കും ഞാൻ തിരുനാളിൻ്റെ ആശംസകൾ നേരുന്നു. നമുക്കെല്ലാവർക്കും, എല്ലാ വൈദികർക്കും പ്രത്യേകിച്ച് വളരെയധികം പ്രചോദനം നൽകുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി. ആർസിലെ പാവപ്പെട്ട ഒരു ഗ്രാമീണ ആയിരുന്ന ആർസിലെ വികാരി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അജപാലന ശുശ്രൂഷ എല്ലാ വൈദികർക്കും ഏറ്റവും വലിയ മാതൃകയാണ്. ഒരു അജപാലകൻ എങ്ങനെയാണ് തൻ്റെ ശുശ്രൂഷ വിജയകരമായി നിർവഹിക്കുക എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി. അദ്ദേഹം ഒരു സെമിനാരിക്കാരൻ എന്ന നിലയിൽ ഒട്ടും തന്നെ പ്രഗത്ഭനായിരുന്നില്ല. പഠിക്കാൻ കാര്യമായ കഴിവൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ നല്ല സ്വഭാവം, പ്രാർത്ഥനാ ചൈതന്യം ഇതെല്ലാം കണക്കിലെടുത്ത് അധികാരികൾ അദ്ദേഹത്തിന് പട്ടം നൽകി. പക്ഷേ പട്ടം ലഭിച്ചതിന് ശേഷം ഇടവക ശുശ്രൂഷ, സാധാരണഗതിയിൽ വൈദികരെ പോകാൻ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കുഗ്രാമത്തിൽ അവിടുത്തെ വികാരിയായി മരിയ വിയാനി നിയോഗിക്കപ്പെട്ടു. അതിനു ശേഷമുണ്ടായ മാറ്റം, ആ ഗ്രാമത്തിനുണ്ടായ മാറ്റം, ഒരു തരത്തിലും പണ്ഡിതനല്ലായിരുന്ന ജോൺ വിയാനി അനേക കാര്യങ്ങളെ തൻ്റെ പ്രഭാഷണങ്ങളിലൂടെ ആകർഷിച്ചു. വലിയ പണ്ഡിതന്മാർ പോലും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ അവിടെ ദൂരെ നിന്ന് പോലും വരുമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ പ്രഭാഷണത്തിലൂടെ ദൈവം തന്നെ അദ്ദേഹത്തിൽ വസിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു എന്ന് തോന്നിപ്പോകും. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അനുതാപികൾക്ക് പാപമോചനം നൽകുക എന്നുള്ളതായിരുന്നു. ധാരാളം പേര് അടുത്തു നിന്നും അകലെ നിന്നും വിയാനി അച്ഛൻ്റെ അടുത്തിൽ വന്ന് പാപസങ്കീർത്തനം നടത്തി. ദീർഘമായ മണിക്കൂറുകൾ, ദിവസത്തിൽ ഏതാനും സിംഹഭാഗവും അദ്ദേഹം കുമ്പസാരക്കൂട്ടിൽ ചെലവഴിച്ചു. അങ്ങനെ പാപമോചനം നൽകുക എന്നുള്ള ആ വിശുദ്ധ കൂദാശ അദ്ദേഹം നിരന്തരം നിർവഹിക്കുകയായിരുന്നു. അതിലൂടെ എത്രയോ പേർക്കാണ് ആശ്വാസം പകർന്നത്. വിനീതനായ ജോൺ മരിയ വിയാനി പ്രാർത്ഥനയിൽ ആശ്രയിച്ച്, പ്രാർത്ഥനയിൽ ശക്തി സ്വീകരിച്ച് അജപാലന ദൗത്യം നിർവഹിച്ച ഉത്തമനായ രൂപത വൈദികൻ. അദ്ദേഹത്തിൻ്റെ ആ വിനയം, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ചൈതന്യം, അദ്ദേഹത്തിൻ്റെ ദൈവസ്നേഹം, പാപികളോടും ദരിദ്രരോടുമൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ അനുകമ്പ, ഇതെല്ലാം നമുക്ക് വലിയ മാതൃകയാണ്. വളരെ ദരിദ്രമായൊരു ഇടവക, ആളുകൾ നിസ്സംഗതയിൽ കഴിയുന്ന, വിശ്വാസമില്ലാത്ത ഒരു സാഹചര്യത്തിലും എങ്ങനെ അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ സാധിക്കുമെന്ന് ജോൺ വിയാനി അച്ഛൻ നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നല്ല മാതൃക, പ്രാർത്ഥനയുടെ ശക്തി, ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഉണ്ടാകുന്ന അത്ഭുതകരമായ മാറ്റം, അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അനേകം ഭാവികളുടെ മാനസാന്തരത്തിന് അദ്ദേഹം വഴിയൊരുക്കി. ദൈവം അച്ഛനെ തൻ്റെ ഉപകരണമാക്കി. അങ്ങനെയുള്ള വൈദികരുടെ ശുശ്രൂഷയിലൂടെ എന്തുമാത്രം നന്മയാണ് ഈ ലോകത്തിനുണ്ടാവുക. അതിനാൽ
രൂപതാ വൈദികരുടെ മധ്യസ്ഥനായ ജോൺ വ്യാനി അച്ഛൻ ഈ തിരുനാൾ ദിനത്തിൽ എല്ലാ വൈദികരെയും ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ച വൈദികരെയും സഹായിക്കുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. ജോൺ വ്യാനിമാരായിട്ട് നിങ്ങൾ ഓരോരുത്തരും രൂപപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.